നാം ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയം എന്ന് പറയുന്നത് നീതീകരണത്തിന് എന്തുകൊണ്ടാണ് മനുഷ്യന് ആവശ്യമായിരിക്കുന്നത്. മനുഷ്യരെല്ലാവരും എപ്രകാരമാണ് പാപത്തിന് അധീനരായിട്ട് തീർന്നിരിക്കുന്നത്. ആ വിഷയം സമർത്ഥിക്കുവാനും പരിശോധിക്കുവാനും അപ്പോസ്തലനായ പൗലോസ് ഒന്നാമതായിട്ട് എടുക്കുന്ന ഒരു കൂട്ടരെ വിശകലനം ചെയ്യുന്ന കാര്യങ്ങളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം മുതൽ 32-ാമത്തെ വാക്യം വരെ അധാർമികതയിൽ ജീവിക്കുന്ന ജാതികളോടുള്ള ബന്ധത്തിൽ അവർ അപ്രകാരം ദൈവത്തിന്റെ കോപത്തിന് വിഷയീഭവിച്ചു. അവരുടെ ജീവിത നിലവാരവും മനോഭാവങ്ങളും അവരുടെ ധാർമ്മിക അധപ്പതനവും എത്രത്തോളം ദൈവത്തിന്റെ കോപം ക്ഷണിച്ചു വരുത്തുന്നു എന്നുള്ളത് നാം ആ ഭാഗത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. സത്യത്തെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടും അല്ലെങ്കിൽ സത്യദൈവത്തെ ദൈവം താൻ തന്നെ വെളിപ്പെടുത്തി കൊടുത്തിട്ടും അത് സ്വീകരിച്ച് അതിന് അനുസരണം കാണിക്കുവാൻ മനസ്സുവെക്കാതെ സത്യത്തെ ത്യജിച്ച് കളഞ്ഞ അല്ലെങ്കിൽ സത്യത്തെ തടുക്കുന്ന ഒരു സമൂഹം, ആ സമൂഹത്തോടുള്ള ബന്ധത്തിൽ എപ്രകാരമാണ് ദൈവത്തിന്റെ ന്യായവിധി അവരുടെ മേൽ പതിക്കുന്നത് എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അവർ സത്യത്തെ തടുത്തു എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ അദൃശ്യ ലക്ഷണങ്ങളും നിത്യശക്തിയും ദിവ്യത്വവും ഒക്കെ പ്രപഞ്ച സൃഷ്ടി മുതൽ അവരുടെ ബുദ്ധിക്ക് തെളിവായിട്ട് ദൈവം വെളിപ്പെടുത്തി നൽകിയിട്ടും അത് അംഗീകരിച്ച് അതിന്റെ മുമ്പാകെ ആമേൻ പറഞ്ഞ് ദൈവത്തിന്റെ മുമ്പാകെ കീഴടങ്ങുവാൻ മനസ്സ് വയ്ക്കാതെ ദൈവത്തെ അറിഞ്ഞിട്ടും ആ ദൈവത്തെ ത്യജിച്ച് കളഞ്ഞിട്ട് അവർ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ജീവിക്കുന്ന ഒരു ജീവിത രീതി അവർ പുലർത്തി എന്നാണ് നാം കണ്ടത്. അതുകൊണ്ട് അവർക്ക് സംഭവിച്ച 4 പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതിന്റെ 21 മുതൽ 23 വരെയുള്ള വേദഭാഗങ്ങളിൽ നാം കാണുകയുണ്ടായി. ഒന്നാമതായിട്ട്, ദൈവമെന്ന് അറിഞ്ഞിട്ടും ദൈവമെന്ന് ഓർത്ത് അവനെ മഹത്വീകരിക്കുകയോ അവന് നന്ദി കാണിക്കുകയോ ചെയ്യാതെ ആ സമൂഹം മാറിപ്പോയി. ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ അവർക്ക് മനസ്സില്ല. മാത്രമല്ല, ദൈവമാണ് സൃഷ്ടിക്കുന്നവനും അല്ലെങ്കിൽ പരിപാലിക്കുന്നവനും അവർക്ക് നന്മകൾ നൽകിയതെന്ന് തിരിച്ചറിഞ്ഞിട്ടും നന്ദിയുള്ള ഒരു പ്രതികരണം മനുഷ്യരിൽ നിന്ന് ഉണ്ടായില്ല. അതുകൊണ്ട് ക്രമാനുഗതമായിട്ട് അവർക്ക് ചില കാര്യങ്ങൾ സംഭവിക്കുകയാണ്. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചത്, അവരുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായിട്ട് തീർന്നു. അവരുടെ നിരൂപണങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചിന്താഗതി, അവരുടെ ചിന്താരീതി അത് വളരെ വ്യർത്ഥമായിട്ട് തീർന്നു. ശരിയായ നിലയിൽ ചിന്തിക്കുവാൻ അവർക്ക് സാധിക്കില്ല. രണ്ടാമതായിട്ട്, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അവരുടെ ഹൃദയത്തിന് അന്ധത പിടിച്ചു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവോന്മുഖമായിട്ട് പ്രതികരണമില്ലാത്ത ഒരു ഹൃദയം, അല്ലെങ്കിൽ പിശാച് അന്ധകാരത്തിൽ അവരെ അടച്ചു കളഞ്ഞു. സത്യത്തെ അറിഞ്ഞിട്ടും ധിക്കരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഹൃദയത്തിനുണ്ടാകുന്ന ഒരു അന്ധകാരമാണ്, ഇരുട്ടാണ് നാം ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് നമ്മളോട് പറയുന്നത്, നമ്മളതിന്റെ 22-ാം വാക്യത്തിൽ ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. നമുക്കറിയാം, ലോകത്തിന്റെ തത്വചിന്തകളും ലോകത്തിന്റെ ജ്ഞാനവും അവന്റെ ബുദ്ധി വൈഭവവും അവൻ ചെയ്യുന്ന ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ അവർ സ്വതവേ തങ്ങളുടെ മഹത്വത്തിനായിട്ട് അവർ എടുക്കുകയാണ്. ഒരുപക്ഷെങ്കിൽ നെബൂഖദ്നേസർ പറഞ്ഞതുപോലെയോ ഹേരോദാവ് പറഞ്ഞതുപോലെയോ ഒക്കെ അവർ തങ്ങളിൽ തന്നെ പ്രമോദിക്കുകയും ആ മഹത്വം അവരെടുക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുകയാണ്. ജ്ഞാനികളുടെ ലോകമാണ് ഇന്ന് നമ്മുടെ ചുറ്റുപാടും ഉള്ളത്. ജ്ഞാനം ഏറ്റവും വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ സത്യത്തെ ധിക്കരിച്ചിട്ട് ജ്ഞാനത്തിന്റെ പിന്നാലെ അവർ പോയത് കൊണ്ട് ആ ജ്ഞാനം അവർക്ക് സമ്പാദിച്ചു നൽകിയ പേര് എന്ന് പറയുന്നത് they are fools. അവർ മൂഢരായി. വാസ്തവത്തിൽ ജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ പൂർണ്ണ ജ്ഞാനം വെളിപ്പെട്ടു വന്നിരിക്കുന്ന ക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്നത്.
അത് മാറ്റി നിർത്തിയിട്ട് ലോകപരമായിട്ടുള്ള ഏതെങ്കിലും അറിവിനെ ജ്ഞാനം എന്ന് വിളിക്കുവാൻ സാധ്യമല്ല. ലോകപ്രകാരം എത്ര തന്നെ അറിവ് സമ്പാദിച്ചാലും ദൈവികമായിട്ടുള്ള അറിവ് അല്ലെങ്കിൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം അത് മനുഷ്യൻ പ്രാപിച്ചില്ല എങ്കിൽ ആ മനുഷ്യൻ വെറും മൂഢരാണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. വചനം അങ്ങനെ പറയും. മൂഢനായ ഒരു ഉടമസ്ഥന്റെ കാര്യം നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. നന്നായിട്ട് പ്രവർത്തിക്കുന്ന, നന്നായിട്ട് കൃഷി ചെയ്യുന്ന, നന്നായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു മനുഷ്യൻ ലോകപ്രകാരം അവനിൽ വലിയ ജ്ഞാനി ഉണ്ട് എന്ന് തോന്നുന്നില്ല. അവൻ തൻ്റെ സംഭാര അല്ലെങ്കിൽ സംഭരണ കൂടാരങ്ങളൊക്കെ പുതുക്കി പണിത് തൻ്റെ വിളവൊക്കെ കൂട്ടിവെച്ച് ഏറിയ നാളത്തേക്ക് ജീവിതം ആസ്വദിക്കുവാനായിട്ട് അവൻ ശ്രമിക്കുകയാണ്, തീരുമാനിക്കുകയാണ്. ആ ഒരു തീരുമാനം ലോകപ്രകാരം നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും അദ്ദേഹത്തിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്ന് വന്നേക്കാം. എന്നാൽ സ്വർഗത്തിലെ ദൈവം ആ മനുഷ്യനെ നോക്കി പറയുന്നത്, മൂഢ, ഈ രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും എന്നാണ്. ലോകപ്രകാരമുള്ള ഏത് നേട്ടങ്ങളിലും അഹങ്കരിച്ച് ഏത് ജ്ഞാനത്തിന്റെ പിന്നാലെ നാം പോയിട്ട് ദൈവത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ ദൈവിക ജ്ഞാനം പ്രാപിച്ചില്ല എങ്കിൽ അത് വളരെ ഭോഷത്വമാണ്, അത് മഠയത്തരമാണ്, അത് ജീവിതകാലത്തിന്റെ സാധ്യതകളെ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളെ നിരാകരിക്കുന്നതാണ്. സത്യദൈവത്തെ തിരസ്കരിക്കുന്ന ഏത് വ്യക്തികളും മൂഢന്മാരാണ്. എന്തുകൊണ്ടെന്നാൽ അവർ വിചാരിക്കുന്നത് ജീവിതകാലം മാത്രമേ ഉള്ളൂ, ഈ ലോകം മാത്രമേ ഉള്ളൂ, ഇതിനപ്പുറത്തേക്ക് ഒരു ജീവിതമുണ്ടെന്നോ അല്ലെങ്കിൽ മരണശേഷം ഒരു ന്യായവിധി ഉണ്ടെന്നോ അവർ ചിന്തിക്കുന്നില്ല. അവർ അതിനെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ സത്യം എന്ന് പറയുന്നത് ദൈവവചനത്തിലൂടെ ദൈവം താൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായിട്ട് നിയമിച്ചിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഒരു നിത്യത ഉണ്ട്, മരണശേഷം ഒരു ജീവിതം ഉണ്ട്, കണക്ക് ബോധിപ്പിക്കേണ്ടുന്ന ഒരവസരം ഉണ്ട്. ഈ ലോകത്തിലെ സകല ചെയ്തികൾക്കും ഏത് നിസ്സാര വാക്കിനും കണക്ക് ബോധിപ്പിക്കുവാൻ ആവശ്യമുണ്ട്. അതുകൊണ്ട് ജീവിതത്തിന്റെ ശരിയായിട്ടുള്ള വീക്ഷണം എന്ന് പറയുന്നത് നിത്യതയെ അടിസ്ഥാനമാക്കി ജീവിതം ക്രമീകരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ പ്രാണനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും വലിയ ബുദ്ധി അല്ലെങ്കിൽ ജ്ഞാനം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ്. ജ്ഞാനികൾ എന്ന് പറഞ്ഞ് കൊണ്ട് അവർ മൂഢരായിപ്പോയി. വീണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം 23-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് മുതൽ നമുക്ക് ഇന്ന് അല്പം വിശദമായിട്ട് ചിന്തിക്കേണ്ടതായിരിക്കും. 23-ാം വാക്യം, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. ഇത് സത്യദൈവത്തെ ബോധപൂർവം നിരാകരിക്കുന്നത് കൊണ്ട് വന്നു ചേരുന്ന ഒരു കാര്യമാണ്. ഇന്ന് നമ്മുടെ ചുറ്റുപാടും നോക്കുകയാണെങ്കിൽ സത്യദൈവത്തെ നിരാകരിക്കുന്നത് കൊണ്ട് അവർ വിഗ്രഹ ആരാധനയിലേക്ക് വഴിതെറ്റി വീണു അല്ലെങ്കിൽ വഴുതി വീണു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സത്യദൈവത്തെ നിരാകരിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്റെ ടെൻഡൻസി എന്ന് പറയുന്നത് ആ വാക്വം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ശൂന്യത നികത്തുവാനായിട്ട് തനിക്ക് ബോധിക്കുന്നവരെയൊക്കെ ആ സ്ഥാനത്തേക്ക് ദൈവമായിട്ട് പരിഗണിക്കാനായിട്ടുള്ള ഒരു പ്രവണതയാണ് ഉള്ളത്. ഇവിടെ ഇതാ സത്യദൈവത്തെ വെളിപ്പെടുത്തി നൽകിയിട്ടും അവർക്ക് അറിയാനായിട്ടുള്ളത് ദൈവം പല മുഖാന്തരങ്ങളിലൂടെ നൽകിയിട്ടും സത്യത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ അറിഞ്ഞിട്ടും അത് വേണ്ട എന്ന് ഒരു മനുഷ്യൻ തീരുമാനിച്ചാൽ, അത് വേണ്ട എന്ന് മനഃപൂർവ്വമായിട്ട് ഒരു വ്യക്തി തീരുമാനിച്ചാൽ അവന് സംഭവിക്കുവാൻ പോകുന്ന ഒരു അപജയം എന്ന് പറയുന്നത് അവൻ വിഗ്രഹാരാധനയിലേക്ക് വഴുതി വീഴും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ വായിച്ചത് അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ, ദൈവത്തെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ വിവരിച്ചിരിക്കുന്ന പദം എന്ന് പറയുന്നത് ഒന്ന് അക്ഷയനായ ദൈവം, ഇമ്മോർട്ടൽ ഗോഡ്. ഇമ്മോർട്ടൽ ഗോഡ് എന്ന് പറഞ്ഞാൽ അമർത്യനായ ദൈവം അല്ലെ. ദൈവത്തെക്കുറിച്ച് അവൻ മരണമുള്ളവനല്ല,
അവൻ എറ്റേണൽ ഗോഡാണ്, അവൻ നിത്യനായ ദൈവമാണ്. അപ്പൊ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്, അപ്പൊ ദൈവം അക്ഷയതയുള്ളവനാണ്, ഇമ്മോർട്ടലാണ്. അവന്റെ തേജസ്സിനെ അല്ലെങ്കിൽ അവന്റെ മഹത്വത്തെ, അവന്റെ വലിപ്പത്തെ, അവന്റെ മെജസ്റ്റിയെ, അതിനെ മനുഷ്യൻ ചെയ്തത് അതിനെ മാറ്റിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ തേജസ്സിന്റെയും മഹത്വത്തെയും ഒക്കെ അവർ അറിഞ്ഞിട്ടും അതിനെ ക്ഷയമുള്ള മനുഷ്യൻ അല്ലെങ്കിൽ മോർട്ടലായിട്ടുള്ള അല്ലെങ്കിൽ നശ്വരമായിട്ടുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ തേജസ് എവിടെ ഇരിക്കുന്നു? മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കുന്നു? ഇവിടെ ദൈവത്തിന്റെ തേജസ്സിന് പകരം മനുഷ്യന്റെ തേജസ്സിനെ അല്ലെങ്കിൽ മനുഷ്യനെ വയ്ക്കുകയാണ്. ക്ഷയമുള്ള മനുഷ്യനാക്കി മാറ്റി. ഇനി അതും പോകട്ടെ, ഇവിടെ ദൈവാത്മാവ് പറയുന്നത് മനുഷ്യനാക്കി മാറ്റി എന്ന് മാത്രമല്ല, വീണ്ടും അവന്റെ അവിവേകം അല്ലെങ്കിൽ അവന്റെ മൗഢ്യത നമുക്കവിടെ കാണുവാൻ സാധിക്കും. മനുഷ്യൻ, പക്ഷിവർഗം ദൈവസങ്കല്പത്തിലേക്ക് വരികയാണ്. നാൽക്കാലികൾ ഇന്നത് കൂടുതൽ പ്രബലമാണ്. ഇഴജാതികൾ, അത് ദൈവത്തിന് പകരം വയ്ക്കുന്ന രൂപങ്ങളെ, വസ്തുക്കളെ അല്ലെങ്കിൽ കാര്യങ്ങളെ ഒന്ന് നോക്കുക. ഇവിടെ പറയുന്നത് മാറ്റിക്കളഞ്ഞു എന്നാണ്. മാറ്റിക്കളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധപൂർവം മാറ്റുന്നതാണ്, അല്ലാതെ മാറിപ്പോയതല്ല, അബദ്ധത്തിൽ സംഭവിച്ചതല്ല. ഇത് ബോധപൂർവമാണ്. കാരണം ദൈവം മനുഷ്യന് ചിന്തിക്കുവാനും വിശകലനം ചെയ്യുവാനും ബുദ്ധി നൽകിയിട്ടുണ്ട്. ഏത് മനുഷ്യനും ഒരു സാമാന്യ ബുദ്ധിയിലൂടെ പരിശോധിച്ചാൽ ഇവർ വണങ്ങുന്ന അല്ലെങ്കിൽ ഇവർ വീഴുന്ന അല്ലെങ്കിൽ ഇവർ ദൈവമെന്ന് സങ്കല്പിക്കുന്ന കാര്യങ്ങളിൽ ഏതൊന്നെടുത്ത് നോക്കിയാലും ദൈവത്വത്തിന്റെ ഒരു ഗുണവും ഒരല്പം പോലും അതിനകത്തെങ്ങും എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, കാണുവാൻ സാധിക്കില്ല. ഈ പറഞ്ഞ കൂട്ടത്തിൽ എവിടെയെങ്കിലും മനുഷ്യന് ദൈവത്തിന്റെ ശ്രേഷ്ഠത, നേരത്തെ പറഞ്ഞ അക്ഷയതയോ അല്ലെങ്കിൽ അവന്റെ മഹത്വം അവകാശപ്പെടാനുണ്ടോ? ഇല്ല. അവൻ മരിക്കുന്നവനാണ്. മനുഷ്യൻ അറിഞ്ഞുകൂടെ? അവൻ മരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഏത് മനുഷ്യനും മരിക്കും. അപ്പൊ മരണമുള്ള മനുഷ്യനെ ദൈവത്തിന് പകരം വയ്ക്കുകയാണ്. പിന്നെ പക്ഷിയുടെ കാര്യമോ? അവർക്കറിയാം ഈ പക്ഷികളൊന്നും എന്തല്ല, ദൈവമല്ല. അവർക്കറിയാം ഈ നാൽക്കാലികളൊന്നും ദൈവമല്ല, ഇഴജാതികളൊന്നും ദൈവമല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ വിഗ്രഹാരാധനയിലേക്ക് അവർ പോകുന്നത്? അത് ബോധപൂർവം മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവത്തിന്റെ മഹത്വമുള്ള അല്ലെങ്കിൽ സത്യദൈവത്തെ എന്റെ മുമ്പാകെ അനുസരിക്കുവാനോ സമർപ്പിക്കുവാനോ മടിയായതുകൊണ്ട് അവൻ ബോധപൂർവം തിരഞ്ഞെടുത്ത മറ്റൊരു വഴിയാണ് വിഗ്രഹാരാധന എന്ന് പറയുന്നത്. എക്സ്ചേഞ്ചിങ് ദി ട്രൂത്ത് ഓഫ് ഗോഡ് ഫോർ എ ലൈ. ഒരു തെറ്റിന് വേണ്ടിയിട്ട്, അത് 25-ാം വാക്യത്തിൽ അത് തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. ക്രിയേറ്ററിനേക്കാൾ ക്രിയേഷനെ അവൻ ആരാധിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് സത്യദൈവത്തെ തിരസ്കരിക്കുന്നത് കൊണ്ട് വന്നു ചേരുന്ന ഒരു അപജയമാണ്, ഒരു ആപത്താണ്. ഇത് മനുഷ്യ സമൂഹം ഇന്ന് ആ പാതയിൽ വളരെ മുന്നേറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോ ഇവിടെ സാധാരണ നിലയിൽ ഈജിപ്ഷ്യൻ അല്ലെങ്കിൽ മിസ്രൈമിന്റെ സംസ്കാരം അനുസരിച്ച് അവരുടെ ദൈവിക സങ്കല്പങ്ങൾക്ക് മൃഗങ്ങളുടെ രൂപമാണ് അവർ സാധാരണ കൊടുക്കാറുള്ളത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അഹരോൻ ഒരു ദൈവത്തിന് രൂപകൽപ്പന ചെയ്തപ്പോൾ എന്തുണ്ടാക്കിയത്? കാളക്കുട്ടിയെ ഉണ്ടാക്കിയത്. കാരണം ഇസ്രായേലിയ സങ്കല്പം അനുസരിച്ച്, അവരുടെ ആ ഒരു രീതി അനുസരിച്ച് ദൈവത്തെ അവർ മാറ്റിക്കളഞ്ഞത് മൃഗങ്ങളുടെ രൂപത്തിലാണ്. പാർസികളുടെ അല്ലെങ്കിൽ പേർഷ്യൻ സംസ്കാരം അനുസരിച്ച് അവർ പ്രകൃതി ശക്തികൾക്കാണ് ദൈവിക സങ്കല്പം അവർ കൊടുക്കുന്നത്. ഇനി നമ്മൾ യവന അല്ലെങ്കിൽ റോമൻ സംസ്കാരം നോക്കുകയാണെങ്കിൽ റോമിലെ ദേവതാ സങ്കല്പം അല്ലെങ്കിൽ ഗ്രീക്ക് മിത്തോളജിയിൽ കാണുന്ന ദൈവസങ്കല്പങ്ങൾ അല്ലെങ്കിൽ ദേവസങ്കല്പങ്ങളൊക്കെ മനുഷ്യരൂപങ്ങളാണ്. നോക്കണേ, ലോകത്തിലെ മനുഷ്യന് സംഭവിച്ച അപജയം മൃഗങ്ങളെ പോലെ അല്ലെങ്കിൽ മനുഷ്യരെ പോലെ അല്ലെങ്കിൽ പ്രകൃതി ശക്തികളെ ദൈവത്തിന്റെ തേജസ്സിന് പകരം വയ്ക്കുവാനായിട്ട് അവൻ ശ്രമിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത്
അവനെ കൊണ്ടുചെന്നെത്തിക്കുന്നത് ദൈവ കോപത്തിലേക്കാണ്. ദൈവത്തിന്റെ റാത്ത് ഓഫ് ഗോഡ് അത് ഈ മനുഷ്യകുലത്തിന്റെ മേൽ വർഷിക്കുവാൻ ഇതിൽ പരം മറ്റൊരു കാരണം അന്വേഷിക്കേണ്ടതില്ല. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ ദൈവം അവരെ നിഷ്കർഷിക്കുകയാണ്, അവരോട് കൽപ്പിക്കുകയാണ്, നിങ്ങൾ മിസ്രയീമിൽ നിന്ന് നിങ്ങളെ വിടുവിച്ചു കൊണ്ടുവന്ന യഹോവയാകുന്നു ഞാൻ. നിങ്ങളിതാ കനാൻ ദേശത്തേക്ക് പോവുകയാണ്. അവിടെ അന്യദേവന്മാരുണ്ട്, അന്യജാതികളുണ്ട്, നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആണിന്റെയെങ്കിലും, അതിന്റെ ആവർത്തന പുസ്തകം 4-ാം അധ്യായം 16-17 വാക്യം, അതുകൊണ്ട് നിങ്ങൾ ആണിന്റെയെങ്കിലും പെണ്ണിന്റെയെങ്കിലും സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിന്റെയും സാദൃശ്യമോ, ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയുടെയും സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു ഇഴജാതിയുടെ സാദൃശ്യമോ, ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിന്റെ സാദൃശ്യമോ, ഇങ്ങനെ യാതൊന്നിന്റെയും പ്രതിമയായ വിഗ്രഹമുണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത്. ആ വാക്ക് ശ്രദ്ധിച്ചോളൂ, വഷളത്വം പ്രവർത്തിക്കരുത്. വീണ്ടും, നീ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കി കാണുമ്പോൾ അവയെ നമസ്കരിപ്പാനും സേവിപ്പാനും വശീകരിക്കപ്പെടരുത്. 2 വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. 1, നിങ്ങൾ വഷളത്വം കാണിക്കരുത്. 2, നിങ്ങൾ വശീകരിക്കപ്പെടരുത്. ആകാശത്തിലെ സൈന്യങ്ങളായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയൊക്കെ കാണുമ്പോൾ നിങ്ങൾ വശീകരിക്കപ്പെട്ടു പോകരുത്. അവയെ കുമ്പിടുവാൻ നമസ്കരിക്കുവാനായിട്ട് വശീകരിക്കപ്പെട്ടു പോകരുത്. അവയെ നിന്റെ ദൈവമായ യഹോവ ആകാശത്തും കീഴങ്ങുമുള്ള സർവ്വജാതികൾക്കും പങ്കിട്ട് കൊടുത്തിരിക്കുകയാണ്. ഈ പ്രകൃതിയും പ്രകൃതിയിലെ ശക്തികളും പ്രകൃതിയിലെ കാണുന്ന കാര്യങ്ങളും ഒക്കെ സർവ്വജാതികൾക്കും വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന, നിശ്ചയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അവയൊന്നും എന്തല്ല? ദൈവമല്ല. അവയൊന്നും നമസ്കരിക്കുവാൻ പാടുള്ളതല്ല. അവയൊന്നും ദൈവത്വം അല്ലെങ്കിൽ ദൈവത്വം ആരോപിക്കുവാൻ പാടുള്ളതല്ല. അതുകൊണ്ട് പ്രകൃതി ശക്തികളെ ആരാധിക്കുവാൻ, നമസ്കരിക്കുവാൻ പാടില്ല. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞ ഏതെങ്കിലും രൂപസാദൃശ്യങ്ങളെ നമസ്കരിക്കാൻ പാടില്ല. ഇത് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. വേദപുസ്തകം വിഗ്രഹാരാധനയെ അങ്ങേയറ്റം എതിർക്കുന്നു എന്ന് മാത്രമല്ല, അത് വഷളത്വമാണെന്നും അത് വശീകരിക്കപ്പെടുന്നതാണെന്നും അത് ദൈവകോപത്തിന് ഇടയാക്കുമെന്നും അത് മനുഷ്യന്റെ ദൈവ വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ദൈവത്തെ മനഃപൂർവ്വം ബോധപൂർവം ദൈവത്തോടുള്ള മത്സരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിഗ്രഹാരാധന എന്നുള്ള കാര്യം ദൈവം ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തിരുവഴുത്ത് ഒരിക്കലും, വേദപുസ്തകം ഒരിക്കലും വിഗ്രഹാരാധനയോ പ്രകൃതി ശക്തികളെ നമസ്കരിക്കുന്ന കാര്യത്തെയോ അനുവദിക്കുന്നില്ല. അത് നാം മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. സങ്കീർത്തനം 106-19-20 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തെ ഒന്ന് പരിശോധിച്ചിട്ട് പറയുകയാണ്. They made an image of calf at Horeb and worshipped a metal idol. ലോഹനിർമ്മിതമായിട്ടുള്ള വിഗ്രഹത്തെ അവർ നമസ്കരിച്ചു. They traded their majestic God. They traded their majestic God. അവരുടെ ദൈവത്തെ, അവരുടെ മഹത്വവാനായ ദൈവത്തെ എന്ത് ചെയ്തു? വിറ്റുകളഞ്ഞു, ട്രേഡ് ചെയ്തു. For the image of an ox. ഒരു കാളയുടെ രൂപത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ദൈവത്തെ അവർ വിറ്റുകളഞ്ഞു. അവിടെ പറയുന്നുണ്ട്, സ്വർഗത്തിലെ യഹോവയായ ദൈവം നിങ്ങൾക്ക് പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ. നിങ്ങൾ കാളയുടെ രൂപമാണോ കണ്ടത്? മനുഷ്യന്റെ രൂപമാണോ കണ്ടത്? ദൈവത്തിന് രൂപം ആരോപിക്കുവാനായിട്ട് ഇസ്രായേൽ മക്കൾക്ക് ഇടവന്നു. They rejected the God who delivered them. അവരെ വിടുവിച്ച, മിസ്രയീമിൽ നിന്ന് വിടുവിച്ച ദൈവത്തെ അവർ തിരസ്കരിച്ചു. പ്രിയമുള്ളവരെ, അഹരോനും കൂട്ടരും ഇസ്രായേൽ മക്കർ ഇസ്രായേൽ പാളയത്തിൽ ചെയ്ത പാപം ഇത്ര രൂക്ഷമായ അല്ലെങ്കിൽ കഠിനമായതിന്റെ കാരണം ഇതാണ്. ഒരുപക്ഷെ ചിലർ പറയുമായിരിക്കും, ഒരു വിഗ്രഹമല്ലേ, അതിലെന്തിരിക്കുന്നു, ഒന്ന് വണങ്ങിയാൽ എന്ത്, അതിലെന്തിരിക്കുന്നു. വാസ്തവത്തിൽ സംഭവിക്കുന്നത്, അങ്ങനെ ചെയ്യുന്നതിലൂടെ
സത്യദൈവത്തെ റിജക്റ്റ് ചെയ്യുക, സത്യദൈവത്തെ തിരസ്കരിക്കുകയാണ്. അതുകൊണ്ട് ഏതെങ്കിലും വിഗ്രഹത്തിന്റെ മുമ്പാകെ വണങ്ങുന്ന വ്യക്തികൾ വാസ്തവത്തിൽ ചെയ്യുന്നത് സത്യദൈവത്തെ തിരസ്കരിക്കുക. ഒരുപക്ഷെങ്കിൽ ഏദൻ തോട്ടത്തിൽ ആദാം ഹവ്വമാർ ആ വൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നതിലൂടെ, ആ പ്രവൃത്തിയിലൂടെ അവർ പ്രഖ്യാപിച്ച കാര്യം എന്ന് പറയുന്നത്, സൃഷ്ടികർത്താവായ ദൈവം, ഞങ്ങളെ നിർമ്മിച്ച ദൈവം, പരിപാലിക്കുന്ന ദൈവം ഉണ്ടല്ലോ, ആ ദൈവം ഏതുമില്ല എന്ന് അവർ പറയാതെ പറഞ്ഞു വെക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അത് പാപമായതും മാത്രമല്ല ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുവാനിടയായത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഐഡൽ വർഷിപ്പേഴ്സ്, വിഗ്രഹാരാധികൾ ദൈവത്തെ തിരസ്കരിക്കുകയാണ്, ദൈവത്തെ റിജക്റ്റ് ചെയ്യുകയാണ്. യിരെമ്യാ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹാസ് എ നേഷൻ എവർ ചേഞ്ച്ഡ് ഇറ്റ്സ് ഗോഡ്സ്? ഏതെങ്കിലും ഒരു ജാതി തങ്ങളുടെ ദേവന്മാരെ എന്ത് ചെയ്തിട്ടുണ്ടോ? മാറ്റിയിട്ടുണ്ടോ? ലോകത്തിലെ ജാതികളുടെ കാര്യമാണ് പറയുന്നത്. അവരുടെ ദേവന്മാരെ അവർ വിട്ടുകളയാറില്ല. എന്നാൽ യഹോവയായ ദൈവം പറയുകയാണ് ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ, എന്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുകയാണ്. എന്താ ദോഷം? എന്നാൽ എന്റെ ജനം തന്റെ മഹത്വമായവനെ പ്രയോജനമില്ലാത്തതിന് പകരം മാറ്റിക്കളഞ്ഞു. എക്സ്ചേഞ്ച് ദി മെജസ്റ്റി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മഹത്വത്തെ ഈ ജനം മാറ്റിക്കളഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ്? പകരം എന്താണ്? പ്രയോജനമില്ലാത്തതിന് പകരം. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മഹത്വത്തെ തുച്ഛീകരിക്കുവാൻ പാടുള്ളതല്ല. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 29-ാം വാക്യത്തില് അപ്പോസ്തലനായ പൗലോസ് യവനദേശത്ത് ആ ജ്ഞാനികളുടെ മുമ്പാകെ ദൈവത്തെക്കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന വേളയില് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ 17-ന്റെ 29-ാമത്തെ വാക്യമാണ്. നാം ദൈവത്തിന്റെ സന്താനമെന്ന് വരികയാൽ ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തിത്തീർക്കുന്ന പൊൻ, വെള്ളി, കല്ല് എന്നിവയോട് സാദൃശ്യമെന്ന് നിരൂപിക്കേണ്ടതല്ല. ശ്രദ്ധിച്ചോണേ, മനുഷ്യന്റെ ശില്പവിദ്യ, മനുഷ്യന്റെ സങ്കല്പം, അതിലൂടെ അല്ലെങ്കിൽ അവന്റെ വാസ്തുശില്പ ചാതുര്യത്തിനകത്ത് അല്ലെങ്കിൽ അവന്റെ കഴിവ് ഉപയോഗിച്ച്, അവന്റെ സങ്കല്പം ഉപയോഗിച്ച് കൊത്തിത്തീർക്കുന്ന പൊൻവെള്ളി രൂപങ്ങൾക്ക് ദൈവത്തിന്റെ സാദൃശ്യം ഇല്ല. എന്നിവയോട് സാദൃശ്യമെന്ന് നിരൂപിക്കേണ്ടതില്ല. ലോകവും അതിലുള്ളതൊക്കെ ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും മീതെ നാഥനാകുന്നു. പൗലോസ് പറയുന്നത് ശ്രദ്ധിച്ചോളൂ. ലോകവും അതിലുള്ള സകലതും ഉണ്ടാക്കിയ ദൈവം ഈ ലോകത്തിനകത്തുള്ള ഏതെങ്കിലും രൂപത്തിനകത്ത് ഒതുങ്ങുന്നവനല്ല. ഇനിയോ അവൻ അവൻ സകലത്തിനും നാഥനാണ്. ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. കൈപ്പണിയായ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ദൈവത്തെ അടച്ചിരുത്താമെന്ന് വിചാരിക്കേണ്ട, ദൈവത്തെ കുടിയിരുത്താമെന്ന് വിചാരിക്കേണ്ട, ദൈവത്തെ ആവാഹിച്ച് ഇരുത്താമെന്ന് വിചാരിക്കേണ്ട. നോക്കണേ, എന്തുമാത്രം വ്യക്തമാണ് തിരുവെഴുത്ത് എന്നുള്ളത് നമ്മൾ ഒന്ന് ഓർക്കേണ്ടത് ആവശ്യമാണ്. ഇത് ദൈവത്തിന്റെ വചനമാണ്, അല്ലെ? അപ്പൊ കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ശ്രദ്ധിച്ചോളൂ, വീണ്ടും പൗലോസ് പറയുന്നത്, താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിലും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. മാനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. അയ്യോ, ഇന്നത്തെ ദേവസങ്കല്പങ്ങളും ദൈവസങ്കല്പങ്ങളും അതെവിടെ നിൽക്കുന്നു? മനുഷ്യ കൈകളാൽ ശുശ്രൂഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു, അല്ലെ? ഉടുപ്പിക്കണം, കുളിപ്പിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോകണം. മനുഷ്യ കൈകളാൽ ശുശ്രൂഷിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഇത് വിഗ്രഹാരാധനയോടുള്ള ബന്ധത്തിൽ വചനം വെളിപ്പെടുത്തുന്ന കാര്യമാണ്. ആകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. പ്രിയമുള്ളവരെ, സത്യദൈവം, ജീവനുള്ള ദൈവം, അവന്റെ മഹത്വത്തെ നാം ഒന്ന് ഉൾക്കൊണ്ടെങ്കിൽ എത്രയോ നന്നായിരുന്നു. പലപ്പോഴും ദൈവമക്കളായ നാം ദൈവസേവയിൽ വ്യാപരിക്കുമ്പോൾ നാം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ, അത്
ദൈവത്തിന് എന്തോ വലിയ അത്യാവശ്യമുള്ള ഒരു കാര്യം എന്ന പോലെ, അല്ലെങ്കിൽ ഇതില്ലായിരുന്നുവെങ്കിൽ ദൈവത്തിന് എന്തോ കുറവ് സംഭവിക്കും എന്നുള്ള മനോഭാവം ചിലപ്പോൾ എങ്കിലും വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. മനുഷ്യ കൈകളാലുള്ള ഒരു ശുശ്രൂഷയും ആർക്കാവശ്യമില്ല? ദൈവത്തിന് ആവശ്യം ഇല്ല. ഇനി ദൈവത്തിന് എന്തെങ്കിലും മുട്ടുണ്ടോ? നമ്മൾ ഗിവിങ്ങിനെ കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഗിവിങ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ദൈവം എന്റെ പോക്കറ്റിൽ നിന്ന് കൈയിട്ടെടുത്തോണ്ട് പോകുന്ന ഒരു മനോഭാവത്തിലായിരിക്കും പലരുടെയും ഗിവിങ് എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇല്ല. നിങ്ങൾ ഒന്നും കൊടുത്തില്ലെങ്കിലും ദൈവത്തിനൊരു കുറവുമില്ല. നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും ദൈവത്തിന്റെ മഹത്വത്തിന് ഒരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ എന്താണ് ദൈവം ഇങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ അല്ലെങ്കിൽ ദൗത്യങ്ങളൊക്കെ വ്യക്തികളെ അല്ലെങ്കിൽ വിശ്വാസികളെ പരമേൽപ്പിച്ചിരിക്കുന്നത്? എന്തിനാണെന്നറിയാമോ? ദൈവത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടാകാൻ വേണ്ടിയിട്ട്. പിന്നെയോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രതിഫലം നൽകുവാൻ ദൈവത്തിന് മനസ്സ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ വിശ്വസ്തതയ്ക്ക് അനുസരിച്ച് പ്രതിഫലം നൽകുവാനും ഓഹരി നൽകുവാനും ദൈവത്തിന് മനസ്സ്. അതുകൊണ്ട് വച്ചിരിക്കുകയാണ് ഈ ശുശ്രൂഷകളും കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ള നിലയിൽ ആത്മീക ശുശ്രൂഷകളിൽ വ്യാപരിക്കരുതേ. നമ്മൾ വചനത്തിൽ വായിക്കുന്നത് പോലെ രാത്രിയും പകലും മുഴുവൻ അധ്വാനിച്ചിട്ടും അപ്രയോജന ഭൃത്യൻ എന്ന് പറയുന്നതല്ലാതെ മറ്റൊരു ക്രെഡിറ്റും എടുക്കുവാനായിട്ട് ആ ദാസന് അവകാശമില്ല. പൗലോസ് പറയുന്നത് പോലെ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിക്കുവാനൊന്നുമില്ല, അറിയിച്ചില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്നാ പറയുന്നത്. അപ്പോ ആത്മീക ശുശ്രൂഷകളാകട്ടെ, കൃപാവരങ്ങളുടെ പ്രയോജനപ്പെടുത്തലുകളാകട്ടെ, ഇതൊക്കെ മനുഷ്യന് ദൈവം ഭരമേൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ വിശ്വസ്തതയ്ക്ക് അനുസരിച്ച് എന്തുണ്ട്? കൂലി കിട്ടും, പ്രതിഫലം കിട്ടും. ഒരു എഴുതിയ 1 ലേഖനത്തില് അപ്പല്ലോസ്, പൗലോസ് ഇങ്ങനെയുള്ള പല വിവിധ ഭിന്നപക്ഷക്കാര് അവരവരുടേതായിട്ടുള്ള കൂട്ടത്തെ പ്രബലപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുമ്പോൾ പൗലോസ് അവർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, എന്താ? പൗലോസ് നട്ടു, അപ്പല്ലോസ് നനച്ചു, അല്ലെ? ഫലം തരുമാറാക്കുന്നത് ആരാണ്? ദൈവമാണ്, അല്ലെ? എന്നിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. എന്താ? ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് എന്തിട്ട് കൂലി കിട്ടും, പ്രതിഫലം കിട്ടും. അതുകൊണ്ട് നനയ്ക്കുന്നവനോ നടുന്നവനോ ഒന്നും ഒരു ക്രെഡിറ്റും ഏറ്റെടുക്കുവാനായിട്ട് സാധ്യമല്ല. പ്രിയമുള്ളവർ, ഇന്നത്തെ വിശ്വാസകോളത്തിൽ ക്രെഡിറ്റ് എടുക്കുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പേര് വർദ്ധിപ്പിക്കുവാൻ, സ്ഥാനം വർദ്ധിപ്പിക്കുവാൻ, അധികാരം വർദ്ധിപ്പിക്കുവാനായിട്ട് ആത്മീക ശുശ്രൂഷകളിൽ വ്യാപരിക്കുന്ന അനേകർ. എന്നാൽ ഇവിടെ ഇതാ ദൈവത്തിന് എന്തെങ്കിലും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷ്യകരങ്ങളാൽ ശുശ്രൂഷയുടെ ആവശ്യം ഇല്ല. വിഗ്രഹാരാധനയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ പൗലോസ് ആ കാര്യം ആ സമൂഹത്തിന്റെ മുമ്പാകെ എടുത്ത് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വേണ്ട, വേദപുസ്തകം വിഗ്രഹാരാധനയെ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രോഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നല്ല, അതിനെ അങ്ങേയറ്റം എന്ത് ചെയ്തിരിക്കുകയാണ്? അത് ദുഷ്ടതയാണ്, അത് പാടില്ല, അത് തെറ്റാണ്, അത് പാപമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? സങ്കീർത്തനത്തിലെ 16-4 വാക്യത്തിൽ അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും, അവരുടെ പാനീയ ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല, അവരുടെ നാമങ്ങളെ എന്റെ നാവിന്മേൽ എടുക്കുകയില്ല എന്ന് സങ്കീർത്തനക്കാരൻ അവിടെ ഇതാ ദൈവം മുമ്പാകെ ഈ പറഞ്ഞതുപോലെ എന്തുവാ തീരുമാനിക്കുകയാണ്, അല്ലെ? സങ്കീർത്തനം 135 15-18 വാക്യങ്ങൾ നമുക്കറിയാവുന്ന വാക്യമാണ്. ജാതികളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും മനുഷ്യരുടെ കൈവേലയുമാവുന്നു, അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, അല്ലെ? അപ്പൊ ആ നിലയിൽ അത് വീണ്ടും അത് നീണ്ടു പോവുകയാണ് ആ കാര്യം. വിഗ്രഹങ്ങളെ നിർമ്മിക്കുന്ന കാര്യത്തോടുള്ള ബന്ധത്തിൽ യെശയ്യാ പ്രവചനം 44-ാം അധ്യായം 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ദീർഘമായിട്ടുള്ള ഭാഗങ്ങളാണ്, അല്ലെ? വിഗ്രഹത്തെ നിർമ്മിക്കുന്ന ഏവനും ശൂന്യം, അവരുടെ മനോഹര ബിംബങ്ങൾ ഉപകരിക്കുന്നില്ല, അവയുടെ സാക്ഷികളോ ഒന്നും കാണുന്നില്ല, ഒന്നും അറിയുന്നില്ല, ലജ്ജിച്ചു പോകുന്നതേ ഉള്ളൂ. വീണ്ടും താഴെ പറയുന്നുണ്ട്, ഒരു മരത്തിന്റെ ഒരു കഷ്ണം കൊണ്ട് അവൻ തീ കായുന്നുണ്ട്, മറ്റൊരു കഷ്ണം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവൻ ഭക്ഷണം പാചകം ചെയ്യുന്നുണ്ട്, മറ്റൊരു കഷ്ണം കൊണ്ട് ഒരു രൂപം തീർത്തിട്ട് അതിനെ ദൈവം എന്ന് പറഞ്ഞ് ആരാധിക്കുന്നു, വണങ്ങുന്നു, നമസ്കരിക്കുന്നു. ഇതേ ഉള്ളൂ വിഗ്രഹാരാധനയുടെ
പിന്നിലെ ശാസ്ത്രീയത അല്ലെങ്കിൽ അവരാരോപിക്കുന്ന ശാസ്ത്രം എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു പാട്ട് നമ്മൾ പാടാറുണ്ട്. കണ്ട കല്ലും മരങ്ങളും കൊണ്ട് പല രൂപം തീർത്ത് കൊണ്ട് വെച്ചിടത്ത് ഇരിക്കും തുണ്ടമല്ല സത്യദൈവം. പ്രിയമുള്ളവരെ, ദൈവവചനം വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിക്കുകയാണ്, സത്യദൈവം വിഗ്രഹങ്ങളല്ല. ദൈവത്തിന്റെ മഹത്വത്തെ വിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയില്ല. ദൈവം തീഷ്ണതയുള്ള ദൈവമാണ്. അതുകൊണ്ട് വിഗ്രഹാരാധന എല്ലാ അർത്ഥത്തിലും പ്രോഹിബിറ്റഡാണ്. അതിന്റെ ഏത് രൂപത്തിലും. ദൈവമക്കളോടുള്ള ബന്ധത്തിൽ നമ്മൾ വചനഭാഗങ്ങളില് ലേഖനങ്ങളിൽ കാണുന്നുണ്ട്. കൊരിന്ത്യർക്ക് 1 ലേഖനം 10:14. Therefore, my dear friends, flee from idolatry. വിഗ്രഹാരാധന വിട്ട് ഓടുവാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 1 യോഹന്നാൻ 5:21, കുഞ്ഞുങ്ങളെ കീപ് യുവർസെൽഫ് ഫ്രം ഐഡൽസ്. വിഗ്രഹങ്ങളോട് വിട്ട് അകന്നുകൊള്ളുവിൻ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലെ? കൊലോസ്യ ലേഖനം 3:5 വാക്യത്തിൽ put to death therefore whatever belongs to your earthly nature. നിങ്ങൾ ഉരിഞ്ഞു കളയുവാനായിട്ട് പറയുന്നത്, അതിന് ചേർത്ത് ഒരു ലിസ്റ്റ് പറയുന്നുണ്ട്, അല്ലെ? അധാർമികത, അശുദ്ധി, അതുപോലെ തന്നെ ലസ്റ്റ്, ഈവിൽ ഡിസയേഴ്സ് ആൻഡ് ഗ്രീഡ് വിച്ച് ഈസ് ഐഡലേറ്ററി. എന്താ വിട്ടോടുവാനായിട്ട് പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിൽ ദ്രവ്യാഗ്രഹം, അത് ഐഡലേറ്ററിയാണ്, വിഗ്രഹാരാധനയാണ്. ഒരുപക്ഷെ അതിന് രൂപമോ സങ്കല്പമോ അതിന് മുമ്പിൽ വണങ്ങുകയോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ അതിനോടുള്ള അമിതമായിട്ടുള്ള ആർത്തി എന്ന് പറയുന്നത് അത് വിഗ്രഹം തന്നെയാണ്. പ്രിയമുള്ളവരെ, വിഗ്രഹങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത് ഏതർത്ഥത്തിലും. വിഗ്രഹങ്ങളെ കുറിച്ചുള്ള ലിസ്റ്റിന്റെ കൂട്ടത്തില് ഒരു ദൈവദാസൻ എഴുതിയിരിക്കുന്ന ചില ലിസ്റ്റ് എനിക്ക് വല്ലാതെ ആകർഷകമായിട്ട് തോന്നി. ദൈവത്തിന്റെ മഹത്വത്തെ വിട്ടുകൊടുക്കുന്ന അല്ലെങ്കിൽ അതിനെ ലഘുവായിട്ട് കാണുന്ന വിധത്തിലുള്ള ചില സങ്കല്പങ്ങൾ പോലും അത് വിഗ്രഹമായിട്ടാണ് പറഞ്ഞത്. ഒരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞത് ഈ മദർ എർത്ത് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഭൂമി ദേവത. ഭൂമി ദേവത. അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള മനുഷ്യന്റെ പെടാപ്പാടുകള്, അല്ലെ? അത് ഒരു പരിധി കഴിഞ്ഞാൽ സംരക്ഷിക്കണം, പ്രകൃതി സംരക്ഷിക്കണം, എൻവയോൺമെന്റ് സംരക്ഷിക്കണം. ഇതൊക്കെ മനുഷ്യന്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണ്. എന്നാൽ അതിന്റെ പിന്നാലെ പരക്കം പാഞ്ഞ് നടന്നിട്ട് ദൈവത്തെക്കാൾ കൂടുതൽ ഇതിനാണ് പ്രാധാന്യം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമുണ്ട്, അല്ലെ? നമ്മള് പൗരസ്ത്യ ചിന്ത തത്വത്തിലെ അല്ലെങ്കിൽ തത്വശാസ്ത്രങ്ങളിൽ കാണുന്ന മന്ത്രവാദമാകട്ടെ, അല്ലെങ്കിൽ അവരുടെ ആത്മീയത എന്ന് നമ്മൾ സങ്കല്പിക്കുന്ന ധ്യാനാത്മകത, യോഗ, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടല്ലോ, മിസ്റ്റിസിസം, ഇതൊക്കെ വാസ്തവത്തിൽ എന്താണ്? വിഗ്രഹാരാധനയോട് തുലനം ചെയ്തിരിക്കുന്ന കാര്യമാണ്. കാരണം ദൈവത്തിന്റെ തേജസ്സിനെ മാറ്റിവെക്കുകയാണ്. ദൈവത്തിന്റെ സ്വാധീനത്തെ മറികടക്കുന്ന മറ്റെന്തോ ഉണ്ട് എന്ന് സങ്കല്പിക്കുന്നതാണ്. ദൈവത്തിന്റെ നിയന്ത്രണത്തിന് പുറത്തുള്ള എന്തോ ഒരു കാര്യമുണ്ട് എന്ന് ആരോപിക്കുകയാണ് ഇവിടെ. അതിലൂടെ അത് വിഗ്രഹാരാധനയിലേക്ക് വഴിമാറുകയാണ്, അല്ലെ? നമ്മള് ഈ സാധാരണ സെക്കുലറായിട്ട് നമ്മൾ സാധാരണ ചിന്തിക്കാറുള്ള ഒരു കാര്യമുണ്ട്. മനുഷ്യൻ സക്സസിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തുണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട്. സാധാരണ ഈ പറഞ്ഞതുപോലെ ഹ്യൂമനിസം എന്നോ അല്ലെങ്കിൽ മനുഷ്യന്റെ നേട്ടങ്ങളാണ് അവനാക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യനെ മനുഷ്യനാക്കുന്നതെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ്, അല്ലെ? നേട്ടങ്ങളുടെ പിന്നാലെ നാം പോകുന്നു എങ്കിൽ അതും ഏത് തന്നെയാണ്? വിഗ്രഹാരാധന തന്നെ. നേട്ടമാണ് എനിക്ക്. അത് ലോകത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ്. നമ്മുടെ ഇന്നത്തെ യുവതലമുറയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ നമ്മുടെ ട്രെയിനിങ് എടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെയുള്ള സങ്കല്പങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് പരിശീലനം നൽകുന്ന അവർ നേട്ടങ്ങളെയാണ് ഏറ്റവും വലുതായിട്ട് കാണുന്നത്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങൾ തന്നെത്താനെ വന്നുകൊള്ളും എന്നുള്ളതിനകത്ത് സംശയമൊന്നും. അതിന്റെ പിന്നിൽ അധ്വാനമുണ്ട്, അത് ശരിയാണ്. പക്ഷേ നേട്ടങ്ങളുടെ പിന്നാലെ പോകാനല്ല.
ഒരു 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 പാകതയുള്ള, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഒരു പ്രയോറിറ്റി നൽകിക്കൊണ്ടുള്ള ഒരു ജീവിത നിലവാരമാണ് ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇത് ദൈവത്തെക്കാൾ ഉപരിയായിട്ട് എന്തൊക്കെ നാം സ്നേഹിക്കുന്നുണ്ടോ അതൊക്കെ വിഗ്രഹങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ ദൈവത്തെ മാറ്റിവരച്ചിട്ട് നാം എന്തൊക്കെ ചെയ്യുവാനായിട്ട് എടുത്തു ചാടുന്നുണ്ടോ അതൊക്കെ ഒരുപക്ഷെ വിശ്വാസിയുടെ ജീവിതത്തിലും ഒഴിവാക്കേണ്ട വിഗ്രഹങ്ങളായിട്ട് തീരുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഇനി ഇങ്ങനെ വിഗ്രഹാരാധികളായി എന്താണ് അതുകൊണ്ട് സംഭവിച്ചത്? അപ്പോ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു തന്നെ. എന്നാൽ അവർക്ക് ബോധ്യമായിട്ടും അതനുസരിച്ചില്ല. അതുകൊണ്ട് അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി, അവരുടെ മനോനിരൂപണങ്ങളൊക്കെ തെറ്റായിപ്പോയി, ദൈവത്തിന്റെ തേജസ്സിനെ അവർ മാറ്റിക്കളഞ്ഞു. ഇതൊക്കെ സംഭവിച്ചു. ദൈവം ഇതൊക്കെ കണ്ടിട്ട് കണ്ണും പൂട്ടി ഇരിക്കുകയാണ്, അല്ലെ? ഇതെല്ലാം സമലോകത്തിൽ കാണുന്ന സകല കാര്യങ്ങളെയും കണ്ടിട്ട് ദൈവം എന്ത് ചെയ്യുകയാണ്? ഒന്നും മിണ്ടാതിരിക്കുന്നു, ഒന്നും ചെയ്യുന്നില്ല. ഒരുപക്ഷെ ഇങ്ങനെയുള്ള സമൂഹം ദൈവമില്ല എന്നൊക്കെ, അല്ലെങ്കിൽ ദൈവം ഇതിനകത്തൊന്നും പ്രതികരിക്കുന്നില്ല എന്നൊക്കെ ചിന്തിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ ഇവിടെ ഇതാ വ്യക്തമായിട്ട് ഇമ്മോറൽ ആയിട്ടുള്ള ലിവിങ്, അല്ലെങ്കിൽ സത്യദൈവത്തെ തടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പാകെ ദൈവം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഗോഡ് ഗേവ് ദം ഓവർ. ദൈവം അവരെ ഏൽപ്പിച്ചു കളഞ്ഞു. ഒരുപക്ഷെ ഇത് നമുക്കത്ര മനസ്സിലാക്കുവാൻ ചിലപ്പോ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. എന്ന് പറഞ്ഞാൽ ദൈവം ആവർത്തിച്ച് തന്നെ കുറിച്ച് ബോധ്യപ്പെടുത്തിയിട്ടും നിരാകരിച്ചു കഴിഞ്ഞാൽ ദൈവം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരെ വിട്ടുകളയുക, അല്ലെങ്കിൽ അവരെ ഉപേക്ഷിച്ച് കളയുക. എന്തിനാ ഉപേക്ഷിക്കുന്നതെന്ന് അറിയാമോ? ഉപേക്ഷിച്ച് കളയുമ്പോൾ ന്യായമായിട്ട് എന്ത് സംഭവിക്കും? അതിന്റെ തക്ക പണിഷ്മെന്റ്, ജഡ്ജ്മെന്റ്, ന്യായവിധി അവർക്ക് വന്നു ചേരും. അതിനു വേണ്ടിയിട്ടാണ് ദൈവം അവരെ എന്ത് ചെയ്യുന്നത്? ഗേവ് ദം ഓവർ, വിട്ടുകളയുന്നു, ഏൽപ്പിച്ചു കളഞ്ഞു. ഇവിടെ നമ്മൾ 3 പ്രാവശ്യം 3 സ്ഥലങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇങ്ങനെ ദൈവത്തോട് മത്സരിച്ച ഒരു മനുഷ്യ സമൂഹത്തെ ദൈവം വിട്ടുകളഞ്ഞു, ദൈവം ഉപേക്ഷിച്ചു കളഞ്ഞു. ഉപേക്ഷിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവര് നന്നായില്ല അതുകൊണ്ട് വിട്ടുകളഞ്ഞു എന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെയോ, ഇവർ ചെയ്ത സത്യത്തെ തടുത്ത ഇവരുടെ പ്രവർത്തനത്തിന് തക്ക ശിക്ഷാവിധി തങ്ങൾ ഏറ്റെടുക്കേണ്ടതിന്, അവർക്ക് ലഭിക്കേണ്ടതിന് വേണ്ടിയിട്ട് അവരെ ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ്? വിട്ടുകളഞ്ഞിരിക്കുക. അപ്പോ അങ്ങനെ വിട്ടുകളയുന്നത് ഏറ്റവും കഷ്ടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവം ഉപേക്ഷിച്ച് കളഞ്ഞാൽ പിന്നെ എന്താണ് ഒരു വ്യക്തിക്ക് ആശ്രയിപ്പാനായിട്ടുള്ളത്, പിടിവള്ളിയായിട്ടുള്ളത്? അല്ലെ? നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു പഴഞ്ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? അടിച്ച വഴിയെ പോയില്ല എങ്കിൽ പോയ വഴിയെ അടിക്കുക എന്നൊരു പഴഞ്ചൊല്ല്. അത് നമ്മൾ മാനുഷികമായിട്ട് പറയുന്നതാണ്. നമ്മൾ ഉദ്ദേശിച്ച വഴിയെ ഒരു വ്യക്തി നടന്നില്ല അല്ലെങ്കിൽ ചെയ്തില്ല എങ്കിൽ പോകുന്ന വഴി മുഴുവൻ എന്ത് കൊടുത്തുകൊണ്ടിരിക്കുക? അതിന്റെ ശിക്ഷ കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ചെറുപ്പകാലങ്ങളിലൊക്കെ ഒരുപക്ഷെ കുഞ്ഞുങ്ങൾക്കും എന്റെ ചെറുപ്പകാലത്തൊക്കെ ചിലപ്പോഴൊക്കെ കിട്ടിയിട്ടുള്ള ശിക്ഷാവിധി ഇതാണ്. അനുസരിച്ചില്ല എങ്കിൽ ആദ്യം അനുസരിച്ചില്ല എങ്കിൽ അടിച്ച വഴിയെ പോയില്ല എങ്കിൽ പോയ വഴിയെ അടിച്ചുകൊണ്ടേ ഇരിക്കുക, അല്ലയോ? എത്ര ഓടിയാലും പുറകെ അടി വന്നുകൊണ്ടേ ഇരിക്കും. അപ്പൊ ഇത് ദൈവം അവർക്ക് ആവർത്തിച്ച് ദൈവത്തെക്കുറിച്ച് വെളിവാക്കിയിട്ടും ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കാൻ മനസ്സ് വെക്കാത്ത ഒരു സമൂഹത്തിന് എന്താണ് സംഭവിച്ചത്? ഞാൻ വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കുകയാണ്. റോമാലേഖനം 1-ാം അധ്യായം 24 മുതൽ അതിന്റെ 28 വരെയുള്ള വാക്യങ്ങൾ തൽക്കാലം വായിക്കുന്നു. 32 വരെയും അത് തന്നെയാണ് വിശദീകരിക്കുന്നത്. ഏതുകൊണ്ട്? ദൈവത്തെ വേണ്ട എന്ന് മനഃപൂർവ്വം തിരസ്കരിച്ചത് കൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. God gave them over to uncleanliness. അശുദ്ധിയിൽ ദൈവം ഏൽപ്പിച്ചു. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. അതുകൊണ്ട് 8-ാമത്തെ കാര്യം, ദൈവം അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. അവണ്ണ പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട്
അന്യോന്യം കാമം ചൊലിച്ച് ആണോട് ആൺ അവലക്ഷണമായത് പ്രവർത്തിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിപ്ലവത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. God gave them over to wild passions. മൂന്നാമതായി, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. Reprobate mind. God gave them over to reprobate mind. മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 എന്തുവാ ഒരു അപജയത്തിന്റെ അല്ലെങ്കിൽ ഡൗൺവേർഡ് സ്പൈറലായിട്ട് മനുഷ്യന് സംഭവിച്ച അപജയം അല്ലെങ്കിൽ അവന് സംഭവിക്കുന്ന ജഡ്ജ്മെന്റ്, അവന്റെ പാപത്തിൽ നിന്ന് പാപത്തിലേക്കുള്ള കുത്തൊഴുക്കാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ദൈവത്തെ ഉപേക്ഷിച്ചത് കൊണ്ടാണ്. ഞാൻ മുമ്പ് ഒരു ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ ദൈവം മനുഷ്യർക്ക് ഒരു റിസ്ട്രെയിനിങ് ഗ്രേസ് വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവരെ ദോഷത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു കൃപയുടെ ഒരു കവചം ഓരോ മനുഷ്യരും ദൈവം വെച്ചിട്ടുണ്ട്. ആ കൃപയുടെ വലിവ് കൊണ്ട് അല്ലെങ്കിൽ ആ കൃപ വ്യാപരിക്കുന്നത് കൊണ്ട് അവർ ദൈവത്തിന്റെ സംരക്ഷണത്തിലേക്ക് അവർ ആയിരിക്കുകയാണ്. എന്നാൽ ആ റിസ്ട്രെയിനിങ് ഗ്രേസ് ഉണ്ടല്ലോ, സംരക്ഷണ കവചമെന്നോ അല്ല എങ്കിൽ ദൈവീക സ്വാധീന വലയത്തിൽ നിന്ന് അവരെ പുറത്താക്കി കളയുക എന്നുള്ള അർത്ഥത്തിലൊക്കെ അതിനെ ചിന്തിച്ചാൽ മതിയാവും. അവരെ ഏൽപ്പിച്ച് കളയുകയാണ്, വിട്ട് കളയുകയാണ്. ഒരുപക്ഷെ നരകത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് അവിടുത്തെ പുഴുവോ തീയോ ഒന്നും ആയിരിക്കുകയില്ല. പിന്നെയോ ദൈവിക സാന്നിധ്യമില്ല, ദൈവത്തിന്റെ സാമീപ്യമില്ല എന്നുള്ള ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ള അനുഭവമാണ് നരകത്തിന്റെ വലിയ ശിക്ഷ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ക്രൂശിലെ യാതനയുടെ ഏറ്റവും തീക്ഷ്ണത എന്താണെന്നറിയാമോ? മുൾക്കിരീടം അണിഞ്ഞതോ അല്ലെങ്കിൽ അവനെ ചാട്ടവാറുകൊണ്ട് അടിച്ചതോ അവന്റെ കൈകാലുകൾ ആണി കൊണ്ട് തറച്ചതോ ആയിരുന്നില്ല. പിന്നെയോ ആ ക്രൂശിലെ ശിക്ഷാവധിയുടെ ഏറ്റവും വലിയ പാരമ്യം എന്ന് പറയുന്നത് പുത്രൻ നിലവിളിക്കുന്ന ഒരു നിലവിളിയാണ്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ന്. ദൈവത്താൽ കൈവിടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം ഒരു എന്തുവാ ദോഷമായിട്ടുള്ള അല്ലെങ്കിൽ അതിൽ പരം മോശമായിട്ടുള്ള ഒരു കാര്യം വേറെ ഒന്ന് ഇല്ല. ഇവിടെ ദൈവം കൈവിട്ട് കളയാണ്. ഞാൻ ഈ ഭാഗങ്ങള് കൂടുതൽ വിശദീകരിക്കുവാനായിട്ട് പറ്റുന്ന ഒരു ടോപ്പിക് അല്ല, നമുക്കറിയാവുന്ന കാര്യം. എന്നാൽ ഇന്നത്തെ സമൂഹത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാപത്തിന്റെ വഴികളിലേക്ക് അവർ പ്രയാണം ചെയ്യുമ്പോൾ ഒന്നാമത് സംഭവിക്കുന്ന കാര്യങ്ങൾ 24-ാം വാക്യം, അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങൾ. പാപം എവിടെയാണ് തുടങ്ങുന്നത്? പാപം ഉടലെടുക്കുന്നത് ഹൃദയങ്ങളിലാണ്. ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ, ആ ഹൃദയങ്ങളിൽ പാപം പ്രവേശിച്ചിട്ട് അവനെ സ്വാധീനിച്ചിട്ട് പിന്നെ ശരീരങ്ങളിൽ അത് പ്രായോഗികമാകുകയാണ് ചെയ്യുന്നത്. ശരീരങ്ങളെ അപമാനിക്കുകയാണ്, അശുദ്ധിയിലേക്ക് പോവുകയാണ്. മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബുദ്ധിയിൽ അല്ലെങ്കിൽ അവരുടെ ചിന്താ പ്രക്രിയയിൽ തന്നെ അവർക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചുകൾ, റിപ്രൊബേറ്റ് മൈൻഡ്, റിബല്യസ് മൈൻഡ്, അല്ലെങ്കിൽ ഏറ്റവും ദുഷ്ടന്മാരായ അല്ലെങ്കിൽ ഒരു എന്തുവാ റിപ്രൊബേറ്റ്, ദൈവത്തോട് മത്സര സ്വഭാവമുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യൻ മാറ്റപ്പെടുകയാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ച് ഇന്ന് അവസാനിപ്പിക്കാമെന്ന് ഞാൻ കരുതുകയാണ്. ഇതൊരു ഡൗൺവേർഡ് സ്പൈറലാണ്. പാപത്തിന്റെ വഴി എപ്പോഴും അങ്ങനെ തന്നെയാണ്. പാപത്തിന്റെ വഴി, കയ്യിന്റെ വഴി നിങ്ങൾ നോക്കിയാൽ അറിയാം. കയ്യൻ തന്റെ മനസ്സിലുണ്ടായ ആ ഒരു പക അല്ലെങ്കിൽ അസൂയ, അത് ഇങ്ങനെ വർക്ക് ചെയ്ത് ദിവസം കഴിയും തോറും, സമയം കഴിയും തോറും അവസാനം അവനെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ദൈവത്തിന്റെ സന്നിധാനം വിട്ട് ഓടിക്കളയുന്ന അവസ്ഥയിലേക്ക്. ഇതുപോലെ ഏത് പാപത്തിനും ഈ ഒരു ദൂഷിത വലയം ഉണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഒന്നാമതായിട്ട് God gave them over. ഇത് ഏറ്റവും ദിസ് ഈസ് ദ വേഴ്സ്റ്റ് പോസിബിൾ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ, ദൈവം കൈവിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ശിക്ഷാ വിധിയാണ്. സങ്കീർത്തനം 81-ന്റെ 12-ാം വാക്യത്തില് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, എന്നാൽ എന്റെ ജനം
എന്റെ വാക്ക് കേട്ടനുസരിച്ചില്ല. ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയില്ല, എന്റെ ജനം എന്റെ വാക്ക് കേട്ടനുസരിച്ചില്ല. അതുകൊണ്ട് എന്താ, അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഏൽപ്പിച്ചു കളഞ്ഞു, ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. അങ്ങനെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അതിന് തക്ക ശിക്ഷാവലി എന്ത് ചെയ്തു? അവര് നേടിയെടുക്കുകയാണ്, അവര് വാങ്ങിക്കൂട്ടുകയാണ് ചെയ്തത്, അല്ലെ? ഹോശേയ പ്രവചനം 4:17 വാക്യത്തില് എഫ്രൈം വിഗ്രഹങ്ങളുടെ കൂട്ടാളിയാകുന്ന അവനെ വിട്ടുകളക. മദ്യപാനം കഴിയുമ്പോൾ അവർ പരസംഗം ചെയ്യും. അവരുടെ പ്രഭുക്കന്മാർ ലജ്ജയിൽ അത്യന്തം ഇഷ്ടപ്പെടുന്നു. നോക്കണേ, എഫ്രൈമിനെ വിട്ടുകളയുക. വിഗ്രഹാരാധികളാണ്, വിഗ്രഹങ്ങളുടെ കൂട്ടാളികളാണ്. തീർന്നില്ല, അവരുടെ ജീവിതത്തിലെ അപജയങ്ങൾ നോക്കുക. മദ്യപാനം കഴിയുമ്പോൾ പരസംഗത്തിലെ, അല്ലെ? ഒന്ന് മാറി മോശമായതിൽ നിന്ന് കൂടുതൽ മോശമായതിലേക്ക് അവർ യാത്ര ചെയ്യുകയാണ്. കൈവിട്ട് കളയപ്പെടുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 7-42 വാക്യത്തിൽ സ്തേഫാനോസ് ആ യഹൂദ മേലാളന്മാരുടെ മുമ്പാകെ നിന്നുകൊണ്ട് ചെയ്യുന്ന പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ കാളക്കുട്ടിയുടെ സംഭവം വിശദീകരിക്കുന്ന ഒരു രംഗമുണ്ട്. അതിന്റെ 42 വാക്യം, അപ്പോസ്തല പ്രവൃത്തികൾ 7-42 വാക്യം. അന്നേരം അവർ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി, ആ ബിംബത്തിന് ബലി കഴിച്ചു, തങ്ങളുടെ കൈപ്പണിയിൽ ഉല്ലസിച്ചുകൊണ്ടിരുന്നു. എന്താ? തങ്ങളുടെ കൈപ്പണിയിൽ ഉല്ലസിച്ചുകൊണ്ടിരുന്നു. നമ്മൾ വായിക്കുന്നത്, ദൈവവും പിന്തിരിഞ്ഞ് ആകാശത്തിലെ സൈന്യത്തെ ആരാധിപ്പാൻ അവരെ കൈവിട്ടു. ആഹാ, എന്താ സംഭവിച്ചത്? കാളക്കുട്ടിയെ ഉണ്ടാക്കിയത് നിമിത്തം, ദൈവത്തിന്റെ തേജസ്സിനെ മാറ്റിക്കളഞ്ഞത് നിമിത്തം അവർ ഇതാ ഈ തിന്നുവാനും കുടിപ്പാനും ഇരുന്ന് കളിപ്പാൻ എഴുന്നേറ്റു എന്ന് ആ ഒരു സംഭവത്തിന് ശേഷം സ്തേഫാനോസ് ഇവിടെ പറയുകയാണ്, ദൈവാത്മാവിനാൽ പറയുകയാണ്. എന്താ? അവർ വിഗ്രഹത്തെ ആരാധിച്ചത് കൊണ്ട്, ദൈവത്തെ ഉപേക്ഷിച്ചത് കൊണ്ട്, മിസ്രൈമിൽ നിന്ന് വിടുവിച്ച ദൈവത്തെ അവർ മാറ്റിക്കളഞ്ഞത് കൊണ്ട് ദൈവം എന്താ ചെയ്ത്? ദൈവവും പിന്തിരിഞ്ഞ് ആകാശത്തിലെ സൈന്യത്തെ ആരാധിപ്പാൻ അവരെ കൈവിട്ടു. വീണ്ടും, ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ മരുഭൂമിയിൽ എനിക്ക് 40 സംവത്സരം ഹനനയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചുവോ? ചോദ്യം നോക്കണേ. നിങ്ങൾ 40 വർഷം എനിക്ക് ഹനനയാഗോ ഭോജനയാഗം നിങ്ങൾ അർപ്പിച്ചുവോ? നമ്മൾ എന്താ പറയും? ആണ്, അവര് സമാഗമന കൂടാരത്തിൽ ആരാധന നടത്തിയില്ലേ, ബലി കഴിച്ചില്ലേ എന്നൊക്കെ പറയുമല്ലേ. ദൈവാത്മാവ് ഇവിടെ പറയുകയാണ്, നിങ്ങൾ കാളക്കുട്ടിയെ ഉണ്ടാക്കിയ നിമിത്തം നിങ്ങൾ ഈ 40 വർഷം ദൈവത്തെ ആരാധിക്കുകയായിരുന്നുവോ? ദൈവം അവരെ കൈവിട്ട് കളഞ്ഞു എന്നാണ് പറയുന്നത്. വിഗ്രഹാരാധനയിലേക്ക് പിന്തിരിഞ്ഞ, അല്ലെങ്കിൽ ദൈവത്തെ ഉപേക്ഷിച്ച ഒരു സമൂഹത്തോടുള്ള ബന്ധത്തിൽ സ്വന്തം ജനമാണെങ്കിൽ പോലും കൈവിട്ട് കളയുകയാണ്. ദൈവം പിന്തിരിഞ്ഞു പോയിരിക്കുകയാണ്, അവരെ കൈവിട്ട് കളഞ്ഞിരിക്കുകയാണ്. അർപ്പിച്ചു പോകും. വീണ്ടും പറയുകയാണ്, സ്തേഫാനോസ് പറയും 43 വാക്യം, നിങ്ങൾ നമസ്കരിപ്പാൻ ഉണ്ടാക്കിയ സ്വരൂപങ്ങളായ മോലക്കിന്റെ കൂടാരവും രഫാൻ ദേവന്റെ നക്ഷത്രവും നിങ്ങൾ എടുത്തു നടന്നുവല്ലോ. എന്നാൽ ഞാൻ നിങ്ങളെ ബാബേലിനപ്പുറം പ്രവസിപ്പിക്കും. ദൈവമേ, ഇതെത്രയോ ഒരു ദോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നോക്കുന്നത്. നമ്മൾ ചിന്തിച്ചത് 40 സംവത്സരം ഇവരെല്ലാം നല്ല പിള്ളേരായിട്ട് ഈ മരുഭൂമിയിൽ കൂടെ നടന്നു എന്നാണ്, അല്ലെ? ദൈവം അവരെ കൈവിട്ട് കളഞ്ഞപ്പോൾ ഇവർ കൊണ്ടു നടന്ന 2 വിഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഏതാ? മോലക്കിന്റെ കൂടാരം അവർ ചുമന്നുകൊണ്ട് നടന്നു, അല്ലേ? അവർ ചുമന്നുകൊണ്ട് നടന്നു. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ യാത്ര ചെയ്തപ്പോൾ സമാഗമന കൂടാരത്തിൽ ചുമന്നുകൊണ്ട് നടന്നത് ആണ്. സമാഗമന കൂടാരം ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ തന്നെ അവർ എന്തുകൂടെ ചുമന്നുകൊണ്ട് നടന്നു എന്നാണ് ഇവിടെ പറയുന്നത്? മോലോക്കിന്റെ കൂടാരം, രഫാൻ ദേവന്റെ നക്ഷത്രം അവർ എടുത്തുകൊണ്ട് നടന്നു എന്നാ പറയുന്നത്. ഓ, ദൈവത്തെ ഉപേക്ഷിക്കുന്ന ഒരു സമൂഹത്തിന്. അതുകൊണ്ട് എന്താ ഇവിടെ പറയുന്നത്? ഞാൻ നിങ്ങളെ ബാബേലിനപ്പുറം പ്രവസിപ്പിക്കും. ഇതിന്റെ പിന്നീടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ നമുക്കറിയാം. ശലോമോൻ, രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാർ 11-7 വാക്യത്തില് നമ്മള് യെരുശലേമിന്റെ കിഴക്കുവശത്തുള്ള പർവ്വതത്തിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? ശലോമോൻ ഒരു പൂജാഗിരി പണിയുകയാണ്. ബിൽറ്റ് എ ഹൈ പ്ലേസ് ഫോർ കെമോഷ്. കെമോഷിന് വേണ്ടിയിട്ട് ഒരു പൂജാഗിരി പണിയുകയാണ്. ദി അബോമിനേഷൻ ഓഫ് മോവാബ്.
മോവാബിന്റെ മ്ലേച്ഛ വിഗ്രഹത്തെ അവിടെ സ്ഥാപിക്കുകയാണ്. വീണ്ടും ആൻഡ് ഫോർ മോലക് ദി അബോമിനേഷൻ ഓഫ് ദി അമാലക്കൈറ്റ്സ്, അമാലേക്യരുടെ ദേവന് മോലക്കിന് വേണ്ടിയിട്ട്. പ്രിയമുള്ളവരെ, ഇസ്രായേൽ ദിനത്തിന്റെ മധ്യത്തിൽ നിങ്ങൾ നോക്കിയാൽ ഒളിഞ്ഞും തെളിഞ്ഞും കാണുന്ന വിഗ്രഹാരാധന എന്ന് പറയുന്നത് ദൈവം അവരെ വിട്ടുകളഞ്ഞത് കൊണ്ട് അവരെ ശിക്ഷ വിധിക്കുവാൻ വേണ്ടി, അവർക്ക് ജഡത്തിൽ ഈ പറഞ്ഞതുപോലെ ശിക്ഷ നൽകുവാൻ വേണ്ടിയിട്ട് നൽകിയ കാര്യങ്ങളാണ്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇസ്രായേലായിട്ട് പിറന്ന സകല മനുഷ്യരും നീതീകരിക്കപ്പെട്ടവരാണോ? അവർ ജനിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ല. അതിനകത്ത് ഒരു ശേഷിപ്പുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ഒരു സമൂഹമുണ്ട്. അതുകൊണ്ട് ജനറ്റിക്കലായിട്ട് അവരെല്ലാം ദൈവമക്കളാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. അവരുടെ മധ്യത്തിൽ വിഗ്രഹാരാധന ഉണ്ടായിരുന്നു, വിഗ്രഹങ്ങളെ സേവിക്കുന്നവരുണ്ടായിരുന്നു. ആ നിലയിൽ അതിനെ ചുവന്നുകൊണ്ട് നടന്ന ആൾക്കാർ അതിനകത്തുണ്ട്. നാം അത് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. റിജക്ഷൻ അല്ലെങ്കിൽ ദൈവം വിട്ടുകളയുക എന്ന് പറഞ്ഞാൽ, കൈവിട്ട് കളയുക എന്ന് പറയുന്നത് അത് ദൈവിക ശിക്ഷാവിധിയിലേക്കുള്ള പ്രയാണമാണ്. ഗോഡ് ലെഫ്റ്റ് ദം അൺടു അൺക്ലീൻനെസ്, അശുദ്ധിയിൽ ഏൽപ്പിച്ചു. അങ്ങനെ അശുദ്ധിയിൽ ഏൽപ്പിച്ചത് കൊണ്ട് എന്താ സംഭവിച്ചത്? ഇവിടെ നിങ്ങൾ വായിച്ചോളൂ. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനി. ഇത് പെട്ടെന്ന് വായിച്ചു വിട്ടാൽ ഒന്ന് മനസ്സിലാക്കിയ എന്താ? അവര് ഹൃദയങ്ങളുടെ മോഹങ്ങൾക്കനുസരിച്ച് അവർ നടന്നു. പാപം എപ്പോഴും പുറത്തു നിന്ന് വരുന്നതല്ല, പിന്നെ എവിടെ നിന്നാണ് വരുന്നത്? ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. അതിനകത്ത് യാതൊരു തർക്കവും വേണ്ട. ഹൃദയം സകലത്തേക്കാൾ കപടവും വിഷമവും ഉള്ളത് എന്നുള്ളത് നമുക്ക് യെരമ്യാ പ്രവചനം 17:9 വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും. യാക്കോബിന്റെ ലേഖനം 1:15 വാക്യത്തിൽ മോഹം ഗർഭം ധരിച്ചു പാപത്തെ പ്രസവിക്കുന്നു, പാപം ഒഴുത്തിട്ട് മരണത്തെ പിറന്നു എന്ന് നമ്മൾ ഇവിടെ വായിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 15:18-19 അതുമുതൽ 19 വരെയുള്ള 18-19 വാക്യങ്ങൾ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ കഴിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ അശുദ്ധമാക്കുകയില്ല. പിന്നെയോ നിങ്ങളെ അശുദ്ധമാക്കുന്ന ഏതാ? നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ദുർഭാഷണമാണ്. വായിൽ നിന്ന് വരുന്നത്, അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാകിയാൽ അത് നിങ്ങളെ എന്ത് ചെയ്യും? അശുദ്ധമാക്കും എന്നാ പറയുന്നത്. ദുശ്ചിന്ത, പരസംഗം, വ്യഭിചാരം, ഇങ്ങനെയുള്ള സകല കാര്യങ്ങളും പുറത്തു വരുന്നത് പുറമേ നിന്നല്ല, പിന്നെയോ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. നോക്കണേ, ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ ഹൃദയം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അവിടെയാണ് പാപത്തിന്റെ പ്രേരണകൾ അത് 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 തികട്ടി വരുന്നത്, അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്നത്. വീണ്ടും അങ്ങനെ വന്നിട്ട് ആ പാപം അത് വീണ്ടും അത് വർദ്ധിച്ചു വരികയാണ്. ഇവിടെ പറയുന്നത് എന്താ? ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കേണ്ടത്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഞാൻ വിശദീകരിക്കുന്നില്ല. ഇത് ശരീരത്തിന്റെ അശുദ്ധി, അല്ലെങ്കിൽ ഇമ്മൊറാലിറ്റി, ഇംപ്യൂരിറ്റി, അധാർമികത, ശരീരത്തിന് വിരോധമായിട്ടുള്ള പാപം, ദുർനടപ്പ്, പരസംഗം അല്ലെങ്കിൽ വ്യഭിചാരം, ഇങ്ങനെയുള്ള പാപങ്ങൾ, ഇത് ഇമ്മൊറാലിറ്റിയാണ്. അത് ശരീരത്തിനെതിരെ ഉള്ളതാണ്, അല്ലെ? അത് നമ്മൾ കുരുതി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 6:18 വാക്യത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് പാപവും ശരീരത്തിന് പുറത്താവുന്നു ചെയ്യുന്നത്, എന്നാൽ ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായിട്ട് പാപം ചെയ്യുകയാണ്. മാത്രമല്ല, നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ നിലയില് ശരീരത്തിന്റെ പാപത്തിലേക്ക്, ഇവിടെ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കുക, ഇത് ദൈവത്തിന്റെ ശിക്ഷാവിധിയിലേക്ക് വീണ്ടും അവൻ ക്ഷണിച്ചു വരുത്തുക. ദൈവം ശിക്ഷ വിധിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ എബ്രായ ലേഖനത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എബ്രായ ലേഖനം 13-4 വാക്യത്തിൽ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. ഇത് ദൈവത്തിന്റെ ശിക്ഷ വിളിച്ചു വരുത്തുന്നതാണ്. പണ്ട് ഈ ബിലെയാം ബാലാക്കിനൊരു ഉപദേശം കൊടുത്തിട്ട് പോയി. ഈ പ്രിൻസിപ്പിൾ ആർക്കറിയാം? ബിലെയാമിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ബാലാക്കിന്റെ ചെവിയിൽ ചെറുതായിട്ടൊന്ന് കൊടുത്തത്. ഈ ജനത്തെ ഒന്നും ശപിക്കാനൊന്നും പറ്റിയൊന്നുമില്ല, കാരണം ദൈവം അവരുടെ മധ്യത്തിൽ ഉണ്ട്, ദൈവം അവരെ നടത്തിക്കൊണ്ട് വരികയാണ്. അതുകൊണ്ട് നീ പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല.
രഹസ്യമായിട്ടൊരു കാര്യം പറഞ്ഞു കൊടുത്തത് എന്താ? അവർ പറഞ്ഞു കൊടുത്തത്, അവർ പറയുന്നത് മോബി സ്ത്രീകളെ അവരുടെ പാളയത്തിലേക്ക് ഇറക്കി വിടുകയാണ്. നാച്ചുറലായിട്ട് ദൈവം എന്ത് ചെയ്തോളും? ശിക്ഷ വിധിച്ചോളും. കുർജിലേഖനത്തില് 1 കൊരിന്ത്യർ 10:8 ബാൽപെയോരിനോട് ചേർന്നവരെ കുറിച്ച് അവിടെ പറയുകയാണ്. ബാൽപെയോരിനോട് ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയില് അധാർമികതയിലേക്ക്, ഇമ്മൊറാലിറ്റിയിലേക്ക് പോവുകയാണ്. അശുദ്ധിയിൽ ഏൽപ്പിക്കുക. പ്രിയമുള്ളവരെ, സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ശരീരത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കുവാൻ ആവശ്യമാണ്. ശരീരം വിശുദ്ധമായിട്ട് സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ച് വളരെ ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അതുകൊണ്ട് ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. അപ്പോ ദൈവത്തിന്റെ മന്ദിരമായിട്ടുള്ള ശരീരം സൂക്ഷിക്കുവാൻ ആവശ്യമുണ്ട്. അതിനെതിരെ ചെയ്യുന്ന പാപങ്ങൾ അത് ശരീരത്തെ അപമാനിക്കുകയാണ്. ഇവിടെ അതേ വാക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ബോഡീസ് വുഡ് ബി ഡിസ്ഓണേർഡ്, ഡിസ്ഗ്രേസ്ഡ്. ശരീരത്തെ അപമാനത്തിന് ഏൽപ്പിക്കുവാൻ പാടുള്ളതല്ല. ദൈവം ആ നിലയില് ശിക്ഷ വിധിക്കുന്നവനാണ്. അശുദ്ധിയിലേക്ക് അവരെ വിട്ടുകളഞ്ഞു. അവർ അതിന്റെ തക്ക ശിക്ഷ അവർ ശരീരങ്ങളിൽ അനുഭവിക്കുകയും ചെയ്തു. ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോകട്ടെ. ദൈവം ഒരു അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. ഈ ഭാഗം വിശദീകരിക്കാൻ എനിക്ക് സമയം പോരാ. ഇത് ശരിക്കും വായിക്കേണ്ട ഒരു കാര്യമാണ്. വേദപുസ്തകത്തിൽ സോഡമി അല്ലെങ്കിൽ ഒരേ ഹോമോസെക്ഷൽസ് ആ നിലയിലുള്ള പാപം, ഇന്ന് അമേരിക്കയിലെ പ്രസിഡന്റ് ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? അവർ വളരെ ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ആ സമൂഹത്തിന്റെ ഗതി എങ്ങനെയാണെന്നുള്ളത് തീരുമാനിക്കുക. ഈ ഒരു വിഷയത്തിൽ ലിബറൽ കാഴ്ചപ്പാടുള്ള ഒരു കൂട്ടരാണോ, അല്ലോ ഇതിനെ വചനവുമായിട്ട് ചേർത്ത് നിർത്താൻ കഴിവുള്ള ഒരു കൂട്ടരാണോ ഭരിക്കേണ്ടത് എന്നുള്ള തീരുമാനമാണ്. എന്തായാലും തീരുമാനമൊക്കെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് ഏറ്റവും വലിയ പാവമാണ്. ഇന്നത്തെ സമൂഹം വളരെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഹോമോസെക്ഷൽസിന്റെ കാര്യം. അവർ തമ്മിൽ വിവാഹം കഴിക്കാമോ, വിവാഹത്തിന് സാധ്യതയുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യം. അത് അവരെ പരിഗണിക്കേണ്ടതല്ലേ എന്നുള്ള കാര്യം. എന്നാൽ വേദപുസ്തകം വളരെ വ്യക്തമായിട്ടൊരു സ്റ്റാൻഡ് പറയുന്നുണ്ട്. അവിടെ സംശയത്തിന് യാതൊരു ഇടയും ഇല്ല. ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് അത് പാപം തന്നെയാണ്. അനേക വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 19:4-5 വാക്യങ്ങൾ, ലേവ്യ പുസ്തകം 18:22-20 വാക്യങ്ങൾ, 22 വാക്യം, 20:13 വാക്യം, ന്യായാധിപന്മാരുടെ പുസ്തകം 19:22-23, 1 കൊരിന്ത്യർ 6:9, 1 തിമോഥെയോസ് 1:10. ഈ വാക്യങ്ങളെല്ലാം ഈ പാപത്തെ പാപമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ വെള്ളപൂശേണ്ടതായിട്ടോ അല്ലെങ്കിൽ സാമാന്യവൽക്കരിക്കേണ്ടത് ആവശ്യമില്ല. മാത്രമല്ല, ഈ സോദോം ഗൊമോറ പട്ടണങ്ങളെ ദൈവം നശിപ്പിക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ. ഈ സെക്ഷൽ ഇമ്മൊറാലിറ്റി തന്നെയാണ് അല്ലെ? അങ്ങനെ എന്തുകൊണ്ട് അവമാനരാഗങ്ങൾ ഏൽപ്പിച്ചു? ഇന്നത് വർദ്ധിച്ചു വരികയാണ്. കൂടുതൽ പേര് അതിനകത്ത് ആകൃഷ്ടരാകുക. ഇതിന്റെ വസ്തുതകളിലേക്ക് കടക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ ഞാൻ അതിലേക്ക് കൂടുതൽ ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് പോകുന്നില്ല. ആർ ഹോമോസെക്ഷൽസ് ബോൺ ദാറ്റ് വേ? അങ്ങനെ അവർ ജനിച്ചതാണ്. പലരും വ്യാഖ്യാനിക്കുകയും അവര് ഈ പാപത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പലരും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് അങ്ങനെ ഒരു വിഭാഗം ഉണ്ടെന്നാണ്. പക്ഷെ വചനം പറയുന്നു അങ്ങനെ ഒരു വിഭാഗം ഇല്ല. അങ്ങനെ ഉള്ളത് എന്ന് പറയുന്നത് അത് പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു കാര്യം അല്ല. അങ്ങനെ ഒരു ജെൻഡർ എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ചിട്ടും ഇല്ല. സൃഷ്ടിച്ച ആളിൽ ആണും പെണ്ണുമായിട്ടാണ് സൃഷ്ടിച്ചത്. പിന്നെ എന്താ സംഭവിക്കുന്നത് എന്നറിയാമോ? മനുഷ്യനിലെ ഹോർമോണിന്റെ വ്യതിയാനം അനുസരിച്ച് ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ മാനസികമായിട്ട് ഒരു വ്യക്തി എന്ത് ചെയ്യും? എനിക്ക് ഇതാണ് കൂടുതൽ സൗകര്യമെന്ന് സ്വയം തീരുമാനിക്കുകയും അതിലേക്ക് ഓറിയന്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് അവർ ഹോർമോൺ ചികിത്സകളിലൂടെ കടന്നു പോവുകയാണ്. അവർ ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്യുകയാണ്? തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യതിയാനം വരുത്താനായിട്ട് ശ്രമിക്കുകയാണ്. എന്ന് മാത്രമല്ല, അങ്ങനെ മാറുന്നു എന്ന് മാത്രമല്ല, അങ്ങനെയുള്ളവര് എന്തിലേക്ക് പോവുകയാണ്? ഈ പാപത്തിലേക്ക് കൂടെ ചെന്ന് വീഴുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് ശിക്ഷ വിധി വരാതിരിക്കില്ല.
കാരണം സോദോമിനെ ന്യായം വിധിച്ച ദൈവം ഈ ഒരു സമൂഹത്തെ ശിക്ഷ വിധിച്ചില്ല എങ്കിൽ സാധാരണ രാഷ്ട്രീയക്കാരൊക്കെ പറയുന്നത് പോലെ എന്താ സോദോമിയരോട് എന്ത് ചെയ്യേണ്ടി വരും, വിശദീകരണം കൊടുക്കേണ്ടി വരും. ഞാനത് പറയുന്നത് നിങ്ങൾ തമാശയായിട്ട് എടുത്താണ്. പ്രിയമുള്ളവരെ, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്ന് കാലക്രമത്തിൽ ഇതിന് സാധുതയും നിയമ പ്രാബല്യവും സാമൂഹികമായിട്ടുള്ള സപ്പോർട്ടും പ്രൊമോഷനും ശരിക്കും എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാപം ചെയ്യാൻ വേണ്ടി മനുഷ്യൻ തന്നെ എടുക്കുകയാണ്, ലൈസൻസ് ഉണ്ടാക്കിയെടുക്കുകയാണ്, അതിനു വേണ്ടിയിട്ടുള്ള നിയമ സംവിധാനങ്ങൾ ഒരുക്കിയെടുക്കുകയാണ്. അവലക്ഷണമായത്, ഇവിടെ ചില വാക്കുകളൊക്കെ ഉണ്ട്, ആ വാക്കുകൾ നിങ്ങൾ വായിച്ചോളൂ. എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് നാച്ചുറൽ എന്ന് പറയാൻ പറ്റില്ല, അൺനാച്ചുറൽ തന്നെയാണ്, അല്ലെ? സ്വാഭാവികതയൊന്നും അല്ല, ഇത് അസ്വാഭാവികമാണ്, ഇത് പാപമാണ്. ഒന്നിട്ട് വാക്കുകൾ മാത്രം ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇതിനെ ന്യായീകരിക്കുവാനായിട്ട് പലരും ഒരുപക്ഷെ ശ്രമിച്ചു എന്ന് വന്നേക്കാം. ഇത് അപമാനമാണ്, ഇത് അശുദ്ധിയാണ്, ഇത് അപമാന രാഗങ്ങളാണ്, ഇത് സ്വഭാവ വിരുദ്ധമാണ്, ഇത് അവലക്ഷണമാണ്, ഇത് വിശ്രമമാണ്, ഇത് ഉചിതമല്ലാത്തതാണ്, ഇത് നികൃഷ്ട ബുദ്ധിയാണ്. ഈ വാക്കുകളൊക്കെ മലയാളത്തിൽ ഡിക്ഷണറിയിൽ നല്ല കാര്യത്തിൽ ഉപയോഗിക്കുന്നതല്ല. അപ്പൊ ഇത് സിന്നെന്ന് തന്നെയാണ് വിവക്ഷിക്കേണ്ടത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്റെ ചോദ്യം, ഷുഡ് ബി ഇവാഞ്ചലൈസ് ദം? എന്റെ ചോദ്യം വളരെ സിമ്പിളാണ്. ഇങ്ങനെയുള്ള ജനസമൂഹത്തോട് സുവിശേഷത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ? സുവിശേഷം അറിയിക്കണം. പുരോഗമനവാദികൾ ഒരുപക്ഷെ പറഞ്ഞെന്നിരിക്കാം, സുവിശേഷം അറിയിക്കണം, രക്ഷിക്കപ്പെടുന്നവർക്ക് അങ്ങനെയുള്ളവർക്ക് മാത്രമായിട്ടൊരു സഭാ കൂടിയവരെ ഉണ്ടാക്കി കൊടുക്കണം. Let them stay there, continue there in that sin. എന്താണ് വചനത്തിന്റെ നിലപാട്? ഇവര് മനുഷ്യജാതി ആയിരിക്കാൻ, ഇവർക്ക് രക്ഷ ആവശ്യമായിരിക്കാൻ, യേശു കർത്താവ് ഇവർക്ക് കൂടെ മരിച്ചതാകിയാൽ സുവിശേഷം ഇവരിൽ എത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവർ രക്ഷിക്കപ്പെടുവാൻ ആവശ്യമുണ്ട്. ഇവർ പാപത്തിൽ നശിച്ചു പോകുവാൻ ആവശ്യമില്ല. ഇവർ രക്ഷിക്കപ്പെടണം. എങ്ങനെ രക്ഷിക്കപ്പെടണം? രക്ഷിക്കപ്പെട്ടതിൽ തുടരുവാനല്ല. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 6:11 ഈ ലിസ്റ്റുകളൊക്കെ പറഞ്ഞിട്ട്, നിങ്ങളിലും ചിലർ ഈ വകക്കാരായിരുന്നു, എന്നാൽ ദൈവം എന്ത് ചെയ്തു? 6:11 കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 6-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം അതുകൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 6-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. നിങ്ങളിൽ ചിലർ ഈ വകക്കാരായിരുന്നു. കൊരിന്ത്യരാണ് 1 കൊരിന്ത്യർ 6 അല്ലേ? നിങ്ങളിലും ചിലർ 6-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഓക്കെ, നിങ്ങളിൽ ചിലർ ഈ വകക്കാരായിരുന്നു. അതുകൊണ്ട് എന്താ സംഭവിക്കേണ്ടത്? എങ്കിലും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കും. ഇതാണ് വേണ്ടിയത്. എന്താ? ഒരു മാനസാന്തരമാണ് ആവശ്യം, ഒരു കഴുകലാണ് ആവശ്യം, ഒരു മടങ്ങി വരവാണ് ആവശ്യം, ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് മടങ്ങി വരികയാണ് ആവശ്യം. അപ്പൊ ഇവരെ സമൂഹത്തിൽ നിന്ന് നിരാകരിക്കുകയോ മാറ്റി നിർത്തണമെന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെയോ ഇവരും സുവിശേഷത്തിൽ വിശ്വസിക്കണം. ദൈവം അവർക്ക് എന്ത് കൊടുക്കും? പാവമോചനം കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മടങ്ങി വരവും, ഒരു നീതീകരണം, തങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരിച്ച് വിശുദ്ധിയുടെ പാതയിൽ മടങ്ങി വരുവാനായിട്ട് ആവശ്യം. എന്നാൽ ഈ നിലയിൽ ദൈവം കൈവിട്ട് കളഞ്ഞ ഒരു സമൂഹം, ന്യായമായിട്ട് ഈ സമൂഹം എന്ത് വാങ്ങുവാൻ പോവുകയാണ്? ദൈവത്തിന്റെ കാര്യത്തിൽ നിന്നുള്ള ശിക്ഷാവിധി, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ പാപത്തിലുള്ള ശിക്ഷാവിധി അവര് വാങ്ങുവാനായിട്ട് പോവുകയാണ്. നമ്മൾ ഇവിടെ അത് തന്നെ വായിക്കുന്നുണ്ട്. എന്താ? അവരുടെ പ്രവർത്തനങ്ങൾക്ക് തക്ക കൂലി അവർ ശരീരത്തിൽ വാങ്ങിച്ചു എന്നാണ് വായിക്കുന്നത്. 1-ാം അധ്യായം, റോമാലേഖനം 1-ാം അധ്യായം, അവിടെ നമ്മൾ വായിക്കുന്നത്, അവരുടെ വിശ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു എന്ന്. ഇതാണ് ദൈവം കൈവിട്ട് കളഞ്ഞാൽ ജഡ്ജ്മെന്റ് വരുന്നത്. ഇങ്ങനെയാണ്. എന്താ?
വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം അല്ലെങ്കിൽ യോഗ്യമായ ശിക്ഷാവിധി വാങ്ങുവാനായിട്ട് കൈവിടുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഭാഗത്തിന്റെ അല്പഭാഗം കൂടെ അവശേഷിക്കുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്കത് ചിന്തിക്കാം. ഇന്ന് ചിന്തിച്ച കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് നമ്മൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയും പഠിക്കുകയും, നിങ്ങളുടെ ന്യായമായിട്ടുള്ള സംശയങ്ങൾ ഉണ്ടാകാം എന്നെനിക്കറിയാം. അത് വ്യക്തിപരമായിട്ടോ വാട്സാപ്പ് ഗ്രൂപ്പിലോ അത് ചോദിക്കാവുന്നതാണ്. വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മറുപടികൾ കണ്ടെത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഈ വചനം വളരെ വളരെ തർജ്ജനം ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ പ്രബോധനം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പൊ ദൈവത്തിന്റെ കോപം എന്തുകൊണ്ട് മനുഷ്യന്റെ മേൽ വന്നിരിക്കുന്നു? ഈ ഒരു സമൂഹത്തിന് അവർ പാപത്തിലാണ്, അവർക്ക് നീതീകരണം ആവശ്യമാണ്, അവർക്ക് സുവിശേഷത്തിന്റെ അനുസരണം ആവശ്യമാണ്, അവർ അതിക്രമങ്ങളാലും പാപത്താലും മരിച്ചിരിക്കുകയാണ്. ഒരു രക്ഷ ഈ സമൂഹത്തിന് ആവശ്യമാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ തെളിയിക്കുകയാണ് ചെയ്യുന്നത്. ദൈവനാമം വാഴ്ത്തപ്പെടും.